ഹായ്, എസ് വി ഉള്ളിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ പാരൻസിനെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ഇന്നിപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ട്രിവാൻഡ്രം ക്രിക്കറ്റ് അസോസിയേഷനും KCയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടി. അതായത് കുട്ടികളെ ഈ ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ ഒരു അഡിക്ഷനിൽ നിന്ന് മാറ്റാൻ വേണ്ടി, അത് സ്പോർട്സ് എൻത്യൂസിയാസ്റ്റിക് ആക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ആ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഗ്രീൻഫീൽഡിലും മറ്റിടങ്ങളിലൊക്കെ നടന്ന ഈ TDC എന്നുള്ള ട്രിവാൻഡ്രം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമ്മർ ക്യാമ്പിനെ തുടർന്ന് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണത്തിന് മുന്നോടിയായിട്ടാണ് സൈബർ ഡോമുമായി ചേർന്നൊരു കുട്ടികളുടെ ഒരു അവയർനെസ് പരിപാടി സംഘടിപ്പിച്ചത്, കിഡ്സ് ഗ്ലോ എന്ന പേരിൽ. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നമ്മളോടൊപ്പം TDCയുടെ അതായത് ട്രിവാൻഡ്രം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് KK രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകും. അതിനെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് എല്ലാ പാരൻസിനും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാര്യം കുട്ടികൾക്കുണ്ടാകുന്ന മൊബൈൽ അഡിക്ഷനിൽ നിന്ന് എങ്ങനെയാണ് സ്പോർട്സിലേക്ക് അവരുടെ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു മികച്ചൊരു മാതൃകാ പരിപാടിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മളോടൊപ്പം ഇപ്പോൾ പ്രതികരിക്കാനായിട്ട് പ്രസിഡന്റ് തന്നെ ചേർന്നുണ്ട്. സാറേ, സ്വാഗതം. ഓക്കെ സാറേ, എന്താണ് ഇങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടി ഇത്തവണ ട്രിവാൻഡ്രം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള കാര്യം എന്തായിരുന്നു? ആക്ച്വലി ഇത് കേരള പോലീസിൻ്റെ സൈബർ ഡിവിഷനും ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഹകരണത്തോടുകൂടി ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് തന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് അവരെ കുറച്ചും കൂടി ലൈഫിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ഒന്നും കൂടെ ബോധവൽക്കരിക്കാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരള പോലീസ് ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, ഓപ്പറേഷൻ തൂഫാൻ എന്നും പറഞ്ഞിട്ട് ഈ ഡ്രഗ്സിനെതിരെ നടത്തുന്ന ഒരു ക്യാമ്പയിൻ പോലെ തന്നെയാണ്. അത്രയും തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സൈബർ അഡിക്ഷൻ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ടീം ആയിട്ട് വന്ന് കുട്ടികൾക്ക് ആ ടീം ഗെയിമിൽ, അതുകൊണ്ടാണ് അവർ ക്രിക്കറ്റ് തന്നെ ചൂസ് ചെയ്തു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഒരു ടീം ഇവൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടി കുട്ടികൾക്ക് ഇൻട്രാക്ഷൻ, ആ ഒരു ടീം എങ്ങനെയാണ് യോജിച്ച് ടീമിനെ അവർക്ക് എങ്ങനെയാണ് ഒരു ടീം സ്പിരിറ്റോടുകൂടി എങ്ങനെ കളിക്കാം എന്നുള്ളതും കൂടെ നോക്കിക്കൊണ്ട് അവരതിന് വേണ്ടിയിട്ടാണ് ഒരു ക്രിക്കറ്റ് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്ക് ഗ്രീൻഫീൽഡ് ഇവിടെ ഇനോഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 9:30 മത്സരങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 5 മണി വരെയാണ് പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ സമ്മാന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഉദ്ഘാടന വേളയിൽ പറയുന്നൊരു കേട്ടു, ഏക മകനായിട്ട് വളർന്നൊരു വ്യക്തിയാണ്. ഈ ഫ്രണ്ട്സ് എന്നൊരു സർക്കിളിലേക്ക് പോകുന്ന ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളും അത്തരം മാതൃകകൾ കണ്ടെത്തണമെന്നൊരു ഉപദേശം കൊടുക്കുന്നതായിട്ട് എന്തായിരുന്നു അനുഭവം? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയാളായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ ഒറ്റയാണെന്നൊരു ഫീലിംഗ് എനിക്കെൻ്റെ പാരൻസും തന്നിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. അതിനെനിക്ക് പ്രധാനമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുഞ്ഞുനാൾ മുതലേ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒറ്റയ്ക്കാണെന്നുള്ള ഫീൽ ഉണ്ടായിട്ടില്ല. എനിക്ക് എന്ത് ഷെയർ ചെയ്യാനും ഫ്രണ്ട്സുണ്ട്, എപ്പോഴും വിളിക്കാനും ഫ്രണ്ട്സുണ്ട്. പിന്നെ അന്ന് ഓഫ്കോഴ്സ് ഈ മൊബൈൽ ഗാഡ്ജറ്റ്സ് ഒന്നും അന്നില്ല, സത്യം. അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഒന്നിൽ ലാൻഡ് ഫോൺ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് നമുക്ക് നേരിട്ടുള്ള ഇൻട്രാക്ഷൻസേ ഉള്ളൂ. ഇപ്പോഴുള്ള കുട്ടികൾക്കുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒരാളോ വല്ല ആയിരിക്കും പേരിന്, അതും എങ്ങനെയാണ് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഗെയിം കളിക്കാനോ വല്ലവരും ഒക്കെ ആയിരിക്കും. അല്ലാതെ അവർക്കൊരു ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഫ്രണ്ട് ഇപ്പോൾ ഉണ്ടാവില്ല. ഗെയിം കളിക്കാൻ ഒരു ഫ്രണ്ടും കൂടെ വേണം. അത് കളിക്കുന്നത് ഒരാൾ ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും, ഒരാൾ വേറൊരു രാജ്യത്തുമായിരിക്കും. അങ്ങനെ ഉള്ള രീതിയിലാണ് അവരിപ്പോൾ ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഒക്കെ ഒരു സാധനങ്ങൾക്ക് വഴിതിരിച്ച് പോകുന്നതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അത്തരം ഗ്രൂപ്പുകളും ഈ സ്പോർട്സ് ഗ്രൂപ്പുകൾ കൂടുതൽ സഹായിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതിനാരും സംശയം വേണ്ട. കാരണം അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ, സോഷ്യലൈസേഷൻ ഉണ്ടാകും കുട്ടികൾക്ക്. അവരപ്പം മറ്റുള്ളവരായിട്ടുള്ള കൂടുതൽ സമയം അതിലേക്ക് വേണ്ടി കണ്ടെത്തും. ഫ്രണ്ട്സുമായിട്ട് ചിലവഴിക്കണം, ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സമയം ചിലവഴിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് തോന്നൽ വരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഫുൾ ടൈം നമ്മൾ ഈ മൊബൈലിൽ ഇരുന്നിട്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കും, കോവിഡ് സമയത്തൊക്കെ പണ്ടത്തെ കാലത്താണ് കോവിഡ് വന്നിരുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം, അതായത് അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മളെല്ലാം വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ കോഡ് എന്ന് പറയുന്നത് അവർക്ക് വളരെ അവർ എൻജോയ് ചെയ്യായിരുന്നു അത്രയും സമയം. കാരണം ഫുൾ ടൈം ഒരു മൊബൈലിലോ TV-യിലോ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാലഘട്ടമായിരുന്നു. പണ്ടത്തെ കാലഘട്ടമായിരുന്നെങ്കിൽ പലരും അതിൽ മെൻ്റലി ഡിപ്രസ്ഡ് ആയിപ്പോയനെ. പക്ഷേ ഇപ്പോഴും കുട്ടികൾക്ക് അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആറ്റിറ്റ്യൂഡിന് അവർ മാറണം. അവർ മാറി കൂടുതൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും എല്ലാവരും ഗെയിംസാണ് നല്ലത്. അല്ലാതെ മറ്റേതുപോലെ ഒരു അഡിക്ഷൻ ആയിട്ട് പറ്റില്ല. ഗെയിംസ് കൂടെ കാണണം. അപ്പോൾ അത് കേരള പോലീസ് സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ശ്ലാഘനീയമായ ഒരു സംഗതി തന്നെയാണിത്.